പിടിച്ചോ എൻ്റെ വക ഒരു വെറൈറ്റി. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ അടുത്ത് നല്ല സ്നേഹമുള്ളൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയേ, എടി നീ അത് വെറൈറ്റി ആയിട്ട് ചെയ്യുക, നീ അത് വെറൈറ്റി ആയി ചെയ്യുമ്പോൾ കുറേ ആളുകൾ നിൻ്റെ വീഡിയോസ് കാണും, അങ്ങനെ നിൻ്റെ ചാനൽ രക്ഷപ്പെടുന്നു കേട്ടോ. ആൾ സ്നേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യും, ഇങ്ങനെ വെറൈറ്റി ആക്കും എൻ്റെ വീഡിയോസ്. കാരണം എൻ്റെ വീഡിയോസിൽ ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നത് സമകാലിക വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കും, ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഈ ഒരു സെയിം ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഒരിക്കലും വെറൈറ്റി ആയി വരാറില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അത് സ്വാഭാവികം. അല്ലാണ്ട് എൻ്റേതിന് മാത്രമായിട്ട് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ എനിക്ക് പറ്റാറില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി കൊണ്ടുവന്നേ മതിയാവും. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ പണ്ടാറടങ്ങിയിരിക്കുന്ന സമയം, അതായത് എനിക്ക് പ്രത്യേകിച്ച് ജോലിയില്ല, യൂട്യൂബാണെങ്കിൽ സെറ്റായിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വേറെ, ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതല്ല കേട്ടോ, കേട്ടത്. നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ശാന്തരാണ്, റിലാക്സ്, കടപ്പുറത്തിരിക്കുകയാണ്, നമുക്ക് വേണ്ട സംഭവം അത് നമ്മളിലോട്ട് വരികയാണ്. ഇങ്ങനത്തെ വീഡിയോസ് ഈയിടെ നന്നായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ കയറുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഉന്മേഷമാണ് അല്ലേ. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫ്രഷ്നെസ് തോന്നും, ഒരു പോസിറ്റീവ് എനർജി തോന്നും, ഒരു എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ത്വര ഇങ്ങനെ വരും. കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ, പക്ഷേങ്കിലും ആ ഒരു സാധനം ഇങ്ങനെ വരും. പലപ്പോഴും എനിക്ക് ആ ഒരു ഫയർ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറ്റ ഡൗൺ ആകുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്ത സമയത്താണ് ഇതുപോലെ ക്ലാസ് എടുക്കുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ ഞാൻ 2 ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൂപ്പരിങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇത് എല്ലാ മതത്തിലും ഇങ്ങനെ തന്നെയാണ്, അതായത് വ്യത്യസ്ത മതത്തിൽ നിന്ന് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. കാരണം ഇവർക്ക് നല്ല ഫീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു വ്യത്യസ്ത മതത്തിൽ, വ്യത്യസ്ത വിശ്വാസത്തിൽ, ഇനി വിശ്വാസമില്ല എന്ന് പറയുന്ന ഈ ഇതുപോലുള്ള ആളുകളൊക്കെ സത്യത്തിലും വിശ്വാസികളാണ് അല്ലേ. അപ്പം ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കവറുകളിൽ പൊതിഞ്ഞിട്ടുള്ള ഒരേ ടേസ്റ്റുള്ള മിഠായികളെ പൊട്ടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ മിഠായി എടുത്തിരിക്കുന്നത്, അപ്പം നമ്മൾ ഇൻട്രഡക്ഷൻ പറയാൻ വിട്ടില്ലേ, 2 മിനിറ്റ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത കവറുകളിൽ പൊതിഞ്ഞിട്ടുള്ള ആ മിഠായികൾ പൊട്ടിക്കലാണ്. അപ്പോൾ ആദ്യത്തെ മിഠായി എന്താണെന്ന് വെച്ചാൽ കരിനാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കരിനാക്ക്, 6th സെൻസ് അല്ലെങ്കിൽ ഗട്ട് ഫീൽ, ഇതൊക്കെ പറയില്ലേ. ഇതൊക്കെ സത്യത്തിൽ ഒരേ ടേസ്റ്റുള്ള മിഠായികളല്ലേ. എന്താ പറയാൻ കാരണം എന്താ വെച്ചാൽ, അതായത് അന്ന് ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ മുന്നിലൊരു മദ്രസ് ഉണ്ട്, മുതുവല്ലൂരിലൊരു മദ്രസ് ഉണ്ട്. അപ്പോൾ ആ മദ്രസ് കഴിഞ്ഞിട്ട് ഒരു ഇറക്കം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു ഇറക്കമാണ്, കുത്തനെ ഒരു ഇറക്കം. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് ഒരു ഇറക്കം, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇറക്കം, ഇങ്ങനെ ഒരു ഇറക്കം. ആ ഒരു ഇറക്കത്തിൽ നിന്ന് ചെറിയ മക്കൾ മദ്രസ് വിട്ടിട്ട് കുട്ടികൾ ചടപടേ പറഞ്ഞ് ഓടിപ്പോകും കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഓടാറില്ല, എന്താ എനിക്കറിയില്ല. ഇപ്പം ഞാൻ മദ്രസ് വിട്ട് കുട്ടികളൊക്കെ പോകുമ്പോൾ ശാന്തരായി നടന്നു പോകുന്നത് കാണാം. പണ്ടൊക്കെ കുട്ടികൾ ചട്ടിട്ടിട്ടറിഞ്ഞ് ഓടുക. പലപ്പോഴും അവർ ഓടുമ്പോൾ എനിക്കിങ്ങനെ തോന്നും അവരെ കാലുകൾ ഇങ്ങനെ അവിടെ തട്ടണില്ല. ചില അടിയിൽ, എപ്പോഴും അല്ല, ഇങ്ങനെ ഓടണേൽ ചില അടികളിലൊന്നും അവരെ കാലുകൾ തട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഇറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഓടി വരുമ്പേ അങ്ങനെ ഓടിക്കാണ്ട് ഒരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് ഈ ഇറക്കം അതുപോലെ ഇറങ്ങാൻ കേട്ടോ. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്കൊരു മില്ലുണ്ട്. അപ്പോൾ അവിടെ ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ വല്യപ്പയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വല്യപ്പ പറയാണ്, ആ ചെക്ക ഇപ്പം വീഴുന്നു പറഞ്ഞ് നാവെടുത്തില്ല. ആ ചെക്കൻ അവിടെ നെഞ്ഞടിച്ചങ്ങൾ വീണു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വാവ്, വല്യപ്പ പറഞ്ഞ അതുപോലെ സംഭവിച്ചിട്ടോ. വല്യപ്പ ഭയങ്കര സംഭവമാണ്, വല്യപ്പക്ക് അങ്ങനെ പറഞ്ഞ അതുപോലെ നടക്കുന്നു. അപ്പോൾ ഇതിനെ 2 ആളുകൾ കാണുകയെന്ന് വിചാരിക്കുക. ഒരു സാധാ നാട്ടുമ്പുറത്ത് ഒരു താത്ത കാണുക, അല്ലെങ്കിൽ നാട്ടുമ്പുറത്ത് ഒരു ചേച്ചി കാണുക നിൽക്കുക. അപ്പോൾ എന്തൊക്കെയാരും പറയാം, ആ മൂപ്പരെ കരിനാക്കുണ്ടല്ലോ, ഭയങ്കര കരിനാക്കട്ടെ മൂപ്പർക്കറി അല്ലേ. എന്നാൽ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ വിവരമുള്ള ഒരു ബുദ്ധിജീവി കാണുകയെന്ന് വിചാരിച്ചാൽ പറയും, ഓ ആ വയസ്സായ ആളുടെ ഒരു കാഴ്ചപ്പാട്, മൂപ്പര് ആ ഒരു എക്സ്പീരിയൻസ് ആണ് അതല്ലേ, അയാളെ ഗട്ട് ഫീല്, അയാളൊരു 6th സെൻസ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇതിനെ ഏത് രീതിയിലോട്ട് നോക്കിക്കാണാമെന്നാണ് സത്യത്തിൽ. ഇത് ഞാനന്ന് കുട്ടിയല്ലേ, അപ്പം എനിക്കത് ആ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഓട്ടത്തിൽ അത്ര പന്തിക്കേടൊന്നും തോന്നില്ല. കുട്ടികളല്ലേ, അത്ര സ്പീഡിലൊക്കെ ഓടും എന്നാണ് എൻ്റെ തലൻ്റെ ഉള്ളിൽ. പക്ഷേ അത്രയും ഏജാണ്, ഒരുപാട് വർഷം ആ റോഡും ഒരുപാട് വർഷം ആ പ്രായമുള്ള മക്കളെയും കണ്ടിട്ടുള്ള വല്യപ്പാൻ്റെ 6th സെൻസിൽ, അല്ലെങ്കിൽ ആ വല്യപ്പാൻ്റെ തലയിൽ എന്തായി, ഓക്കെ ഈ പോക്ക് വന്നാൽ കുട്ടി വീഴും എന്ന് കത്തിയില്ലേ. അപ്പോൾ വല്യപ്പ അത് പറഞ്ഞു.
അത് ശരിക്കും കരുനാക്കാണോ? അല്ല, അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്, അവരുടെ നോളജിൽ നിന്ന് വരുന്ന ആ ഒരു സംഭവമാണ്. പല കരുനാക്കുകളുടെയും പിന്നിൽ ഇതായിരിക്കും സംഭവം. അതായത് അവരുടെ അനുഭവവും അതുപോലെ അവരുടെ എക്സ്പീരിയൻസും അതെല്ലാം കൂടെ കോർത്തിണക്കി അവരുടെ തലച്ചോറിൽ വരുന്ന ഫ്ലാഷ് ആയിട്ട് വരുന്ന ഒരു തോട്ടാണ് അതല്ലേ, അത് അവർ പുറത്തോട്ട് പറയുന്നതാണ്. അത് കരുനാക്ക്, അതിനെയാണ് നമ്മൾ കരുനാക്ക് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഈ സെയിം ഓട്ടം ആ സെയിം സ്ഥലത്ത് നിന്ന് അതുപോലൊരു കുട്ടി വന്നാൽ ഞാൻ പറയൂലേ, അത് അയ്യോ ആ കുട്ടി വീയാൻ പോവാണെന്ന് പറയൂലേ. ചിലപ്പോൾ ആ കുട്ടി വീണേക്കാം. കാരണം എന്താ വെച്ചാൽ അത് ഞാനത് പഠിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെ ആ കുട്ടി വന്നാൽ എന്തായാലും ഒരു കുട്ടി വീയെന്നുള്ള ഒരു തോട്ട് നമുക്ക് വന്നു. വീയാനും വീയാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എന്താണ്, അപ്പോൾ ഇവ തമ്മിൽ നല്ല ബന്ധമുണ്ട് അല്ലേ. നമ്മൾ വ്യത്യസ്ത വിശ്വാസക്കാർ, ചില ആളുകൾക്ക് ഈ കരുനാക്കിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള ഒരു സംഭവം സത്യത്തിൽ നമ്മളെ തലച്ചോറിലുള്ള ബുദ്ധിയുടെ ചിന്തയുടെ ശേഷിയാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ല, എല്ലാവർക്കും ഒരുപോലെ ചിന്താശേഷി ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. ബുദ്ധിയും ഓർമ്മശക്തിയും കഴിവും ചിന്താ പ്രോസസ്സും വ്യത്യസ്തമുള്ള മനുഷ്യരായിരിക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്, വ്യത്യസ്തരാണ് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു മിഠായി പൊട്ടിച്ചാലോ. അതായത് പ്രാർത്ഥന, ലോ ഓഫ് അട്രാക്ഷൻ, അതേപോലെ മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ സത്യത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങളാണ് അല്ലേ. പക്ഷേ ചെറിയ ചെറിയ പോയിന്റുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള മിഠായികൾക്ക് ഒരേ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ? അതായത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുക്കാ ഭാഗവും കേൾക്കാറില്ല അല്ലേ, റിസൾട്ട് കിട്ടാറില്ല. എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തത്? യഥാർത്ഥ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ അവിടെ വർക്കാവാത്തത് കൊണ്ടല്ലേ. അതായത് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളിലെ സയൻസിനെയാണ് ഇവർ ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ പേരുകളിലൂടെ നമ്മളിലോട്ട് എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണിത്. അതായത് ഒരേ സ്വലാത്ത് അല്ലെങ്കിൽ ഒരേ ദിക്ർ, ഒരേ മന്ത്രാസ് ചൊല്ലി കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒന്നും നോക്കാതെ വെറുതെ ഇങ്ങനെ ചൊല്ലി നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായിട്ട് ഒരേ പ്രാർത്ഥന ചെല്ലുക, അതിൻ്റെ അർത്ഥങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഞങ്ങളെ സ്വർഗത്തിലാക്കണേ, ഞങ്ങളെ അങ്ങനെ ആക്കണേ, ഇങ്ങനെ ആക്കണേ, ഇങ്ങനെ എന്നാൽ ഒന്നും ഒരേ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം കിട്ടൂല. അല്ലെങ്കിൽ നമുക്ക് ഇന്ന സാധനം വേണമെന്നൊക്കെ പറഞ്ഞാൽ കിട്ടൂല. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്കിത് ദൈവം തരാത്തത് എന്നൊക്കെ ചിന്തിക്കൂലേ. എന്തുകൊണ്ട് അല്ലാഹു എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? അവിടെയാണ് നമ്മൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണ് ആ കണക്ഷൻ അതല്ലേ. അതായത് ഇപ്പോൾ ഈ സയൻസായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് സയൻസ് മീൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട്, അതും ചില ആളുകൾ പറയും നമ്മൾ ചുമ്മാ പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ എഴുതുമ്പോൾ എന്നല്ലേ. അതായത് എഴുതുമ്പോൾ എന്തായി, നമ്മുടെ അവിടെ ആക്ഷൻ നടക്കുന്നുണ്ട്, ചിന്ത നടക്കുന്നുണ്ട്, നമ്മൾ മന്ത്രിക്കുന്നുണ്ട്, നമ്മളത് മന്ത്രിക്കുമ്പോൾ നമ്മൾ കേൾക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ എല്ലാ ഓർഗൻസും ആക്റ്റീവ് ആവുന്ന, അല്ലെങ്കിൽ നമ്മളെ എല്ലാ സെൻസും ആക്റ്റീവ് ആവുന്ന ഒരു പ്രോസസ്സാണ് എഴുത്ത് അല്ലേ. വായിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ അത്രയും പവർഫുള്ളായിട്ട് നമ്മളെ തോട്ടിലോട്ട് വരുന്നു, നമുക്കത് നേടിയെടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്നല്ലേ. നമ്മൾ എന്തൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ എന്താ പറയുക, സക്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു ഡോക്ടർ ആവണം, MBBS ഡോക്ടർ ആവണം, അല്ലാഹുവേ എനിക്ക് MBBS ഡോക്ടർ ആവണേ, അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കുക. എന്താ ചെയ്യുക? അല്ലെങ്കിൽ ദൈവമേ എന്നെ ഒന്ന് MBBS ഡോക്ടർ ആക്കി തരണേ എന്ന് പ്രാർത്ഥിക്കൂ ഇല്ല. ഈ പ്രാർത്ഥിക്കുന്നവരെന്ത് ചെയ്യും? അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് അല്ലേ, ആദ്യം ഒരു 10ാം ക്ലാസ്സിൻ്റെ മുന്നേ ആണെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും SSLCയിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക അല്ലേ. അതേപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യാം? ആദ്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലോട്ട് എന്തായിരിക്കും, ഒരു MBBS ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോട്ടൊക്കെ ഇട്ട് എന്താ പറയുക, സ്റ്റെത്തൊക്കെ വെച്ച് ഇത് മനസ്സിലോട്ട് കൊണ്ടുവരും അല്ലേ. ഇത് മനസ്സിലോട്ട് കൊണ്ടുവന്ന് അതിങ്ങനെ സ്വപ്നം കണ്ട് വെറുതെ സോഫയിൽ ഇരിക്കുമോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കണം. നമ്മളിത് മനസ്സിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക എന്നൊക്കെ പറയും.
അത് കുറച്ചുകൂടെ വർണ്ണാഭമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അതിനെ പറഞ്ഞതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ MBBS ഡോക്ടർ ആവണമെന്ന് ഒരാൾ വിചാരിക്കാം, ഞാൻ പറഞ്ഞ മറ്റേ കുട്ടി തന്നെ, 10ാം ക്ലാസ് കുട്ടി തന്നെ വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുമോ? ഇല്ല. അടുത്ത് എന്താ ചെയ്യുക? റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ബയോളജി സയൻസ് എടുക്കാൻ തോന്നും അല്ലേ? കാരണം ഉദ്ദേശം എന്താണ്? മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചത് എന്താണ്? MBBS ഡോക്ടറാണ്, അല്ലെങ്കിൽ ലക്ഷ്യം അതാണ്, അല്ലെ? അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രവർത്തനം, ഒരു ആക്ഷനൂടെ വരും അല്ലേ? അപ്പോൾ പിന്നെ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞ് +2ൻ്റെ ഒപ്പം ഒന്ന് ട്രൈ ചെയ്യും. അങ്ങനെ ശ്രമിച്ച് പഠിക്കുമ്പോഴും അതുപോലെ ബയോളജി ആയിട്ട് അല്ലെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറച്ചുകൂടെ ക്യൂരിയസ് ആവും. എന്നാൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആശയമുണ്ട്, ആ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടുള്ള കാര്യങ്ങൾ, ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ മാനറിസം, ഇതൊക്കെ നമ്മളിങ്ങനെ കുട്ടികളിങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഫിലിമിലൊക്കെ ഒരു ഡോക്ടറെ കാണുമ്പോൾ അവരുടെ മാനറിസമൊക്കെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഇവരെ അട്രാക്റ്റ് ചെയ്യും, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അതാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ആ ഒരു കിട്ടിക്കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിനൊക്കെ മുന്നേ കണ്ടിട്ട് നമ്മളത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു രീതിയിലോട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഓരോരുത്തർ വിശ്വാസമാണ്. ഈ മിഠായിക്കൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ഇല്ലേ? ഇനി ഇതുപോലെ ടേസ്റ്റുള്ള മറ്റൊരു മിഠായിയെ കുറിച്ചിട്ട് പറയാം. അതായത് ഈ സിഹ്ർ എന്നൊക്കെ പറയൂലേ, തകിടിലൊക്കെ എഴുതിയിട്ട് മറ്റൊരാൾ നശിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വപ്നങ്ങൾ നശിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സിഹ്ർ കാര്യങ്ങളൊക്കെ ചെയ്യും. സിഹ്റൊക്കെ വൻ കുറ്റമായിട്ടൊക്കെയാണ് മതത്തിലൊക്കെ പറയുന്നത് കേട്ടോ. അതേപോലെ മറ്റു മതത്തിലൊക്കെ ചെയ്യുന്ന സംഭവം കൂടോത്രം മുട്ടയിൽ ചെയ്യാത്ത എങ്ങനെ ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണലുണ്ട് അല്ലേ? ഇതൊക്കെ ഏകദേശം ഒന്ന് തന്നെയല്ലേ? മറ്റൊരാളിലേക്ക് ഒരു നെഗറ്റീവ് ശക്തി, ഒരു നെഗറ്റീവ് എനർജി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ. ഇതിൻ്റെ പിന്നിലുള്ള സയൻസിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയാണ് ഒരാളെ ടച്ച് ചെയ്യാതെ ഒക്കെ അയാളിലോട്ട് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇതിനും ഒരു സയൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ശരിക്കും ഇത് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് കേട്ടോ. അതായത് നമ്മളിലോട്ട് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റ് അല്ല, വ്യത്യസ്ത പേരാണെങ്കിലും ഒരേ ടേസ്റ്റാണ്. അങ്ങനെ ഇനിയിപ്പോൾ ദൈവങ്ങളെ കേസൊക്കെ നമ്മൾ ഒരു പവറിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ദൈവങ്ങളില്ല എന്നൊക്കെ പറയുന്ന നിരീശ്വരവാദികൾ അതിനെങ്ങനെ വിളിക്കും? യൂണിവേഴ്സ് ഞങ്ങൾക്ക് അത് തരുന്നു, താങ്ക് യു യൂണിവേഴ്സ്. ഈ വീഡിയോസ് ഇങ്ങനെ പറയല്ലേ, ഞാൻ ഇത്തരം വീഡിയോസ് കിട്ടുമ്പോൾ എൻ്റെ മതവുമായിട്ട് പോയി കണക്ട് ചെയ്തിട്ട് പറയാം അൽഹംദുലില്ലാ എന്ന് പറയാൻ ശ്രമിക്കും. അങ്ങനെ ഓരോ വിശ്വാസികളും ഓരോ പോലെ പറയുന്നുണ്ടായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാ എന്നൊക്കെ പറയൂലേ, ഇൻഷാ അല്ലാ. അതേപോലെ തഥാസ്തു അങ്ങനെയല്ലേ പറയാം. അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ. ഇത്തരത്തിലുള്ള വാക്കുകളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതായത് ഇങ്ങനെ പറയുമ്പോൾ അത് നടക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. നമ്മളത് പറയുമ്പോൾ തന്നെ ഇന്ന കാര്യം ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിനൊന്ന് ചിന്തിക്കാമല്ലേ? അപ്പം അതിനുള്ള സാധ്യതകൾ നമ്മളെ തലേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മിന്നൽ പോലെ പാസ് ചെയ്യുന്നുണ്ടാകും. ഇൻഷാ അല്ലാ ഞാൻ അവിടെ വരാം, ഓക്കെ, നമ്മൾ അവിടെ വരാം എന്നുള്ള ആ സാധനം വന്നു. അത് നടക്കാനുള്ള സാധ്യത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെയുള്ള വാക്കുകൾ ഞാൻ ഈ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഇൻഷാ അല്ലാ വേർഡ് എടുത്തത്. അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പം അതൊക്കെ സത്യത്തിൽ നമ്മളെല്ലാ മതങ്ങളും മനുഷ്യർ അക്രമങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കുറച്ച് ലോസും കാര്യങ്ങളുമാണ്. അതിൽ ചില വിശ്വാസങ്ങൾ ചെറിയ ചേഞ്ചുകൾ വരുത്തിയാൽ, ഇപ്പോൾ 40 കഴിക്കുന്നുണ്ടാവും അല്ലേ? 41 ചില മതത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഭൂമിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത്. അതിനോട് സാമ്യമുള്ള പോലെ 40 ചടങ്ങും കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ കഴിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു സംഭവം, എന്തോ ഒരു സത്യം നമുക്കിടയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിനെ വ്യത്യസ്തമായ ഈ ചില കവിതകൾ കണ്ടിട്ടില്ലേ? അതായത് ചില കവിത നമ്മൾ വായിക്കുന്ന, അതായത് എഴുതിയ ആളുടെ ആശയം തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ വായിക്കുന്ന ആൾക്ക് കത്തിയിട്ടുണ്ടായിരിക്കുക. വായിക്കുന്ന ആൾ ചിലപ്പോൾ അതിലും മനോഹരമായ ഒരു ആശയം അതിൽ നിന്ന് പടച്ചെടുക്കും, മറ്റൊരാൾക്ക് അതിലും മനോഹരമായിട്ട് കിട്ടും, ചിലർക്ക് അതിന് അത്ര ഭംഗി തോന്നില്ല ചില കവിതകൾക്ക്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ രീതിയിലോട്ട് വായിച്ചെടുത്ത ഒരു കവിത പോലെയാണ് നമ്മളെ
എന്താ പറയുക വിശ്വാസങ്ങളും ആചാരങ്ങളും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയേ. അതായത് ഇപ്പോൾ നമ്മൾ ഈ വിശ്വാസം കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ മുന്നേ കഴിഞ്ഞു പോയ ആളുകളുടെ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നിട്ടായിരിക്കും ഇതുണ്ടാവുക. അപ്പം ഞാൻ വായിച്ചത് ഒരു എന്താ പറയുക എനിക്ക് വായിക്കാൻ പഠിപ്പിച്ചു തന്നത് ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ്. അപ്പോൾ എന്നെ വായിപ്പിക്കാൻ പഠിച്ചതും എനിക്ക് പറഞ്ഞു തന്ന ആശയങ്ങളും ആയിരിക്കില്ല മറ്റൊരു ഹിന്ദു സഹോദരന് കിട്ടിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ മതങ്ങളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം എന്താ പറയുക, അവരവർക്ക് അവരുടെ വിശ്വാസം അത്രമേൽ പ്രിയപ്പെട്ടതാണ്, അത്രയും സ്ട്രോങ് ആണ്. ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ വിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ വ്യത്യസ്ത കവറുകളിൽ പൊതിഞ്ഞിട്ടുള്ള നല്ല നല്ല മിഠായികൾ ഇനിയും ഉണ്ടാവുമായിരിക്കില്ലേ. ഇപ്പം ഞാൻ നോക്കിയ ഒരു 3-4 പോയിൻ്റാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ മനസ്സിലൂടെ പോകുന്ന നല്ല നല്ല മിഠായികൾ, തമ്മിൽ ബന്ധമുള്ള മിഠായികൾ ഒന്ന് കമൻ്റായിട്ടൊന്ന് കുറിക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. പിന്നെ പ്രത്യേകമായിട്ട് പറയാണ്, ഈ ഒരു വീഡിയോ ആരുടെയെങ്കിലും വിശ്വാസത്തിനോ അല്ലെങ്കിൽ മതങ്ങൾക്കോ എന്തിനെങ്കിലും ഒരു വ്രണപ്പെടലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ജസ്റ്റ് ഇത് എൻ്റെ ഈ തലേൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതുപോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്.